മോക്ക് പനിയുണ്ട്, മെയിനായിട്ട് പനിയുണ്ട്. അതിങ്ങനെ ചൂട് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പനി വന്ന ചൂട് നിയന്ത്രിക്കാനുള്ള ഞരമ്പുകൾക്കൊക്കെ ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രീകുട്ടിയുടെ വിവരങ്ങൾ അറിയാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്നേക്കാളേറെ താല്പര്യമുണ്ട് എന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ വന്നു. ശ്രീകുട്ടിയുടെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ. നമുക്കിന്നും പറയാനുള്ളത് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി സെക്ഷനിൽ ICUവിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കുന്ന ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. രാവിലെ മുതലേ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നില അതീവ ഗുരുതരം എന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷമത്തിൽ തന്നെയാണ് നമുക്ക് നേരിട്ട് പോയി ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാമെന്ന് കരുതി മെഡിക്കൽ കോളേജിലേക്ക് പോയത് ഞാൻ. അവിടെ ചെന്നാൽ നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പെർമിഷൻ അകത്ത് കയറി കാണാനോ ബന്ധുക്കളെ ഒന്നും അടുത്ത് കിട്ടാനോ ഒക്കെ വലിയ പാടാണ്. എങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ശ്രീകുട്ടിക്ക് സംഭവിക്കുന്നത്, ആരോഗ്യനില ഏത് രീതിയിലാണ്, മുൻപത്തേക്കാൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, മുൻപത്തേക്കാൾ വഷളായിട്ടുണ്ടോ, അതോ മുൻപത്തെ പോലെ തന്നെ തുടരുകയാണോ, ഈ വിഷയങ്ങളെ കുറിച്ച് അമ്മയിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ടറിയാം. അപ്പോൾ ഇന്നത്തെ ശ്രീകുട്ടിയുടെ അവസ്ഥയെ കുറിച്ച് എന്താണ് ഡോക്ടർ പറഞ്ഞത്? മോക്ക് പനിയുണ്ട്, മെയിനായിട്ട് പനിയുണ്ട്. അതിങ്ങനെ ചൂട് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പനി വന്ന ചൂട് നിയന്ത്രിക്കാനുള്ള ഞരമ്പുകൾക്കൊക്കെ ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. വെള്ളം തൊട്ടും ദേഹമൊക്കെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് ദിവസം ഒരുപാട് ദിവസം കിടക്കുന്ന പേഷ്യൻസിന് ചെയ്യുന്നതിന് അത് പേടിക്കൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ചെറിയ പ്രായമല്ലേ, റിക്കവർ ചെയ്ത് വരും, പ്രതീക്ഷിക്കാം. ലേറ്റ് ആവും, കുറച്ച് ലേറ്റ് ആവും, എന്നാലും സാരമില്ല. പിന്നെ ഇത് പറഞ്ഞത് പൊട്ടലൊന്നുമില്ല, തലയിൽ മുറിവ് പൊട്ടലൊന്നുമില്ല, ചതവാണ് കൂടുതലും പറ്റിയിട്ടുള്ളത്. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാനുള്ള ഇത് തന്നെയാണ്. അതിന്റെ ചെറിയൊരു പേടി ഉണ്ട് മനസ്സിൽ. പിന്നെല്ലാം ദൈവത്തിന്റെ ഇന്നലെ എടുത്ത CT സ്കാനിൽ ഇംപ്രൂവ്മെന്റ് കാണാത്തോണ്ടാണ് ആൻജിയോഗ്രാം കൂടി ചെയ്തു നോക്കാമെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കയറി കണ്ടപ്പോ എന്താണ് കുട്ടിയുടെ ഒരു റെസ്പോൺസ്? വിളിച്ചു നോക്കിയോ? ഇല്ല, അവള് മയക്കത്തിൽ തന്നെയാണ്. ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ് അവള് സെലക്ഷൻ കൊടുത്തേക്കാണ്. കാരണം ചെറുതായിട്ട് ചെറിയ എന്തെങ്കിലും ഇത് വരുമ്പോഴത്തേക്ക് അവള് ചവയ്ക്കുന്നുണ്ട്. ചവയ്ക്കുമ്പോൾ ആ ട്യൂബ് പ്രസ് ആവുന്നത് കൊണ്ട് അവര് പിന്നെയും സെലക്ഷൻ കൊടുത്തതാന്ന് പറഞ്ഞു. ഇന്നലെ നമ്മളൊരു കംപ്ലൈന്റ് പറഞ്ഞല്ലോ, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട, വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട. ഇന്ന് ഇംപ്രൂവ്മെന്റ് എന്താ ഡോക്ടർ എന്ത് പറഞ്ഞു? അതിനെപ്പറ്റി അത് പറഞ്ഞില്ല. പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് മെഡിസിൻ കൂടി മാറ്റാൻ പറ്റുന്നതാണ്, അത് പേടിക്കണ്ടെന്നാ പറഞ്ഞത്. എന്നാലും അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ കാഴ്ചയിൽ? ഇന്നലെ നിങ്ങൾ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ടായിരുന്നു. അതെ. ഇന്ന് ഞാൻ കുറച്ച് ഓക്കെയാണ്. പിന്നെ ഇത് പ്രതീക്ഷയാണ്, ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് പ്രതീക്ഷയാണ്. അവരങ്ങനെ തന്നെ തിരിച്ചെനിക്ക് കിട്ടും. അവർ പ്രതീക്ഷയിലാണ്. ഇപ്പൊ ഡോക്ടർമാരുടെ മുമ്പിൽ എല്ലാ പ്രതീക്ഷയും ഞാൻ അർപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ തന്നെയാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ള ദൈവമല്ല. അവര് നോക്കുന്നുണ്ട്, അവരെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ഇന്നാണോ ഇന്നലെയാണോ മോളെ കയറി കണ്ട? ഇന്ന് രാവിലെ കണ്ടു. എത്ര മണിക്കായിരുന്നു അങ്ങനെ കാണാൻ കണ്ടത്? ഞാൻ രാവിലെ ഒരു 6-7 മണിക്കകത്ത് വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. നമ്മൾ ചെല്ലുമ്പോ കാണിക്കുന്നുണ്ട്, സമയമൊന്നും പറഞ്ഞിട്ടില്ല, ഇത്ര സമയത്ത് വരാവോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചെല്ലാൻ പറ്റുമ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു തടസ്സമില്ല. നമ്മുടെ ആദ്യത്തെ ഒരു ഉത്കണ്ഠ ശരീരമാസകലം, ഒരു തണുപ്പും അങ്ങനെ ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഇന്ന് കയറി കാണുമ്പോൾ ശരീരത്തിന് ചൂടുണ്ടോ? ഉണ്ട്, ചൂടുണ്ട്. ഓൾറെഡി ഒക്കെ പനിയും കൂടെ ആണല്ലോ. പിന്നെ ഫസ്റ്റ് കണ്ടതിന്റെ അത്രയും ടെൻഷനും സങ്കടവും അല്ലെങ്കിൽ ഒരു ആവലാതിയൊന്നും ഇപ്പൊ ഇല്ല എനിക്ക്. ധൈര്യമാണല്ലോ. അപ്പൊ നമുക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് അതൊരു ഊർജമാണ്. നമ്മൾ അത് പ്രതീക്ഷ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്നേ പറ്റുള്ളൂ. ശ്രീകുട്ടി തിരികെ വരട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അവര് വന്നിരുന്നോ, സംസാരിച്ചിരുന്നോ? അവിടുന്ന് ഒരു മാമിന് ഡ്യൂട്ടി വരുന്നുണ്ട്. മാം ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കുന്നില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടൊരു മാം വരുന്നുണ്ട്. മാം എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇപ്പൊ ഫുഡിന്റെ എനിക്ക് രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തന്നിട്ടാ പോയത്.
പിന്നെ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, കിട്ടുമ്പോഴേക്കും വിളിക്കും, എന്താണ് ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ, വിഷമിക്കണ്ട, പേടിക്കണ്ട, എല്ലാം ശരിയാ, അങ്ങനെ നല്ല മെന്റൽ സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഒരു സാർ ഇവിടെ അവര് ഒരു ആളിനെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഒരാൾ മാറി വന്ന് രാവിലെ അടുത്ത ഡ്യൂട്ടിക്ക് ഒരാൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അന്ന് നമ്മുടെ ശ്രീകുട്ടി സഞ്ചരിച്ചിരുന്ന അതേ സമയത്ത് തന്നെ ആ ട്രെയിനിൽ കൂടെ സഞ്ചരിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ വീട് എവിടെയാണ്? അവളുടെ വീട് സ്ഥലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മ, ട്രിവാൻഡ്രം സിറ്റിക്ക് എത്ര സ്ഥലങ്ങളെല്ലാം അത്ര വന്നിരുന്നോ? പിന്നെ വന്നിട്ട് പോയി. ആ കുട്ടിയെ ട്രോമയിൽ നിന്ന് രക്ഷപ്പെട്ടോ? ഇല്ല, അവൾക്ക് പേടിയാണ്. കാരണം ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എന്റെ ചേച്ചി വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ നടന്നിട്ട് അവൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് തോളിൽ കൈ വെച്ചതും ഭയങ്കരമായിട്ട് അവള് പേടിച്ച് വിളിച്ചു. കാരണം ഇപ്പോഴും അവൾ ആ ഒരു മെന്റലി അവൾ ഇപ്പോഴും ഡൗൺ ആണ്, ഓക്കെ ആയിട്ടില്ല. അവർക്ക് പെട്ടെന്ന് ഒരു ബൈസ്റ്റാൻഡറുടെ കോള് വന്നു, അവരെ ഡോക്ടർ തിരക്കുന്നുവെന്ന്. പിന്നെ ഞാൻ അധിക നേരം അവരോട് സംസാരിച്ചില്ല. മാത്രവുമല്ല, സംസാരത്തിലുടനീളം സങ്കടം അടക്കി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ഗദ്ഗതം എനിക്ക് കേൾക്കാനായി. കൂടുതൽ സമയം മറ്റൊന്നും ചോദിക്കാനോ അറിയാനോ എനിക്കും താല്പര്യമില്ല. ഒന്നു മാത്രമേ ഉള്ളൂ, ആ കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് ഈ നാടൊന്നാകെ പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടാകും എന്ന ശുഭപ്രതീക്ഷ എനിക്കുമുണ്ട്. വന്നതിനേക്കാൾ ബെറ്ററാണ് ഇപ്പോൾ എല്ലാ വിഭാഗം ഡോക്ടർമാരെയും പിന്നെ യൂണിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഫോൺ കോൾ വന്നുടനെ തന്നെ വൈൻഡപ്പ് ചെയ്തു. അവർ പെട്ടെന്ന് പോവുകയും ചെയ്തു. പക്ഷേ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യുന്നു. ഒന്നാമത്തേത്, ഞാൻ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകും, അത് ദയവായി പ്രേക്ഷകരെ ഇനി കാണിക്കരുത് എന്ന്. ഞാൻ അതുപോലെ ചെയ്തു. പല ഭാഗത്തും ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, അവരെ സംബന്ധിച്ച് അവരുടെ മകൾ, നമ്മൾ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞു വെച്ചാലും ശരി, എല്ലാമാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ സ്വന്തം മക്കളുടെ ചെറുതും വലുതുമായ ഏതു വേദനയും സ്വയം പേറുന്ന അമ്മമാരോടൊപ്പം തന്നെയാണ് ഈ അമ്മയും എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുണ്ട്. അത് ഇനിയും ഉണ്ടാവണം. അവരോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. നമ്മുടെ ചാനലിൽ മുൻപ് അവരുടെ വീട്, അവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വാർത്തകളുടെ സമഗ്രമായ അവതരണത്തിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നതും മറ്റൊന്നല്ല, സങ്കടപ്പെടുന്നവരുടെ മനസ്സിനെ നമുക്ക് എല്ലാവർക്കും ചേർത്ത് പിടിച്ച് നിർത്താനാവണം. കാരണം ഈ ഒരു വല്ലാത്ത പ്രതിസന്ധി ഒരു കുടുംബം കടന്നു പോകണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റൂ. നമ്മൾ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ പറയാറില്ലേ, നിങ്ങളൊക്കെ പിടിച്ചു നിൽക്കണം, ഇതെല്ലാം കടന്നു പോകുമെന്ന്. അത് തന്നെയാണ് എന്നും എനിക്കും പറയാനുള്ളത്.